നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ശരിക്കും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കാരണം അറിയാലോ, നമ്മൾ വിദേശത്ത് നിന്ന് ഒരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ കുറച്ച് പേപ്പേഴ്സ് എടുക്കാനുണ്ട്. ഇപ്പം ഞാൻ അന്ന് വണ്ടി ഇറക്കി വീട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ദുബൈയിൽ നമ്മൾ എന്തൊക്കെ പേപ്പറാണ് വാങ്ങേണ്ടത്, അതുപോലെ കാർനെറ്റ് എങ്ങനെയാണ് എടുത്തത്, എത്രയാണ് പൈസ ആയത്, ഷിപ്പിങ്ങിന് എത്രയാണ് ആയത്, ഇറക്കുമ്പോൾ ഇവിടെ കസ്റ്റംസിന് അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ റോഡിൽ വിദേശത്ത് നിന്നും ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ MVDൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു റോഡ് ടാക്സ് നമ്മൾ അടക്കണം. ഒരു എത്ര മാസമാണ് ഇവിടെ വെക്കുന്നത്, ഒരു മാസം ഇത്ര പൈസ വെച്ചിട്ട് നമ്മൾ ടാക്സ് അടക്കണം. ആ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. എനിക്ക് ശരിക്കും കണ്ണൂർ RTO ഓഫീസ് പോകണമെന്നായിരുന്നു. പക്ഷേങ്കിൽ ഇരിട്ടിയിൽ എനിക്ക് അടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇരിട്ടിയിലൊക്കെ കേട്ടോ പോകുന്നത്. അവിടെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു പക്ഷേ നാളെ വണ്ടികൾ കൊണ്ടുവരുന്നവർക്ക് നല്ല ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വണ്ടി ഇങ്ങനെ തന്നെയുണ്ട്, ഫുള്ള് ചളിയാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സൈഡിലും ബമ്പറില്ലല്ലോ. ഈ ബമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ചളി കയറുമ്പോൾ തന്നെ ചളി തെറിക്കും. അതുപോലെ തന്നെ കേട്ടോ പുറത്തേക്ക് തള്ളിയിരിക്കുന്നുണ്ട്. ടയർ പുറത്തേക്ക് തള്ളിയിരിക്കുന്നതുകൊണ്ട് ചളി തെറിക്കാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. ഇപ്പോൾ വണ്ടി ഇറക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, കറക്റ്റ് നൂൽപ്പാളത്തിൻ്റെ മുകളിലേക്ക് കൂടി പോകുന്ന പോലെ പോകണം. സൈഡ് കണ്ടോ, കറക്റ്റാണ്. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞെങ്കിൽ തട്ടി കണ്ടോ. ആ ഒരു നൂൽപ്പാലത്തിൻ്റെ കണക്കിലാട്ടോ വണ്ടി പോകുന്നത്. നോക്കി വന്നിട്ടേ ഞാൻ വരാം. വൈഫ് ചോറ് വേണ്ടി വെച്ചു. പക്ഷെ അവിടെ ഏജൻ്റ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കുന്ന ടൈമില്ല. കറക്റ്റ് കേട്ടോ. ആ സൈഡ് ആയിക്കോട്ടെ. നിങ്ങളുടെ മിറർ നോക്കി, നിങ്ങൾ കറക്റ്റാണ്, സൈസാണ്, കറക്റ്റ് സൈസിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫസ്റ്റ് എനിക്ക് എടുക്കുമ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ശരിയായിട്ടോ. മെല്ലെ ഇറക്കി കൊണ്ടുവരണം. ഇവിടെ നിന്നാണ് അടുത്ത വണ്ടി. കഴിഞ്ഞ വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു. ഫാമിലിയിലോട് ഞാൻ അങ്ങനെ ഓവർ ഇതാക്കിയിട്ടോ, ഒടിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്കൽ കിട്ടിയല്ലോ. അത് ഭയങ്കര അത്ഭുതം കേട്ടോ. അത് ഒറ്റയടിക്കൽ സാധനം വന്നു. അത് ആദ്യമായിട്ടോ ഒരൊടിക്കൽ കിട്ടുന്നത്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കേട്ടോ. പുറത്ത് റോഡുമ്പോൾ ഇറങ്ങി സീറ്റ് ബെൽറ്റ് മസ്റ്റ് ഇടണം. ഓക്കെ, കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടാലും മെച്ചെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് എയർ ബാഗൊക്കെ ഉണ്ട്. സൈഡും എല്ലാ സൈഡും എയർ ബാഗ് ഉണ്ട്. ഈ എയർ ബാഗ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. ഈ വണ്ടിക്ക് മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികൾക്കൊക്കെ എയർ ബാഗ്സ് അധികം വർക്ക് ആകുന്നത് സീറ്റ് ബെൽറ്റിലൂടെയാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അതിന് ചിലപ്പോൾ എയർ ബാഗ് വർക്ക് ആവില്ല. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ ഇട്ടാൽ നമ്മൾ സേഫ് ആയിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാതെ എനിക്ക് ഡ്രൈവിംഗ് സീറ്റിലോ അല്ലെങ്കിൽ സൈഡ് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ. അതുപോലെ തന്നെ ഹെൽമെറ്റും. കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കൾ സബ്സ്ക്രൈബർ ഫാമിലി പ്ലസ് നെയ്ബർ, കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു, ബൈക്ക് അടിച്ചിട്ട് റേസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ, നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓവർടേക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ സ്പീഡ് ഓടുന്നു. 100-130 സ്പീഡ് ഓടിക്കും. സ്പീഡ് കുറച്ച്, പിന്നെ ഓവർടേക്ക് കഴിഞ്ഞ സ്പീഡ് കുറച്ച്, ചില സ്ഥലത്ത് സ്ലോ ആക്കി, ചില സ്ഥലത്ത് സ്പീഡ് കുറച്ച്, സ്പീഡ് കൂട്ടി. ഇത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ മത്സര ഓട്ടം നടത്തുമ്പോൾ, ഒന്നും കൂടി നിങ്ങൾ മത്സര ഓട്ടം നടത്തുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം രണ്ട് വണ്ടികൾ തമ്മിൽ മത്സരോട്ടം നടത്തുമ്പോൾ മാക്സിമം സ്പീഡ് കൂട്ടാൻ രണ്ട് വണ്ടികൾ നോക്കും. ഒരിക്കലും സ്പീഡ് കുറക്കാൻ നോക്കില്ല. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്പീഡ് കൂട്ടി പോകും. കാരണം സ്പീഡ് കുറച്ചാൽ മറ്റുള്ളവൻ പാസ്സായി പോവോ അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവോ എന്ന പേടിയുള്ളതുകൊണ്ട് നമ്മൾ സ്പീഡ് കൂട്ടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. ആ ഡേഞ്ചറാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പാവപ്പെട്ട 2 ആൾക്കാരെ ജീവൻ പോയി. ഒരു തെറ്റും ചെയ്യാത്ത 2 പേരുടെ ജീവിതം കഴിഞ്ഞ ദിവസം പോയി. ആ വണ്ടി KTMൻ്റെ ഒരു RC 390 എങ്ങാണ്ടായിരുന്ന വണ്ടി. ആ വണ്ടി അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കേൾക്കും ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഇപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് റേസ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ കോയമ്പത്തൂർ, ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിൽ നല്ല ട്രാക്കുകളുണ്ട്. നിങ്ങൾ ആകെ 3000 രൂപ, 2000 രൂപ, 3000 രൂപ അതിന് എൻട്രൻസ് ഫീസോടെ വരുന്നുള്ളൂ. ഒരുപാട് നല്ല ട്രാക്കുകളുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ പഠിപ്പിക്കും എങ്ങനെയാണ് റേസ് ചെയ്യേണ്ടത്. റേസിംഗ് സൂട്ടും ഹെൽമെറ്റും ഒക്കെ ഇട്ടിട്ട് മാത്രം അവർ മറക്കും. അവിടെ പോയിട്ട് നിങ്ങൾ റേസ് ചെയ്യും, ഒരു കുഴപ്പമില്ല. അവിടെ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. നിങ്ങളല്ലാതെ റോഡിൽ ഇറക്കിയിട്ട് നിങ്ങൾ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാട്ടുകാർക്കാണ് അതുകൊണ്ട് പ്രശ്നം വരുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ആരും ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെ, നിങ്ങളിപ്പോൾ ഒരാൾ റേസ് ചെയ്തിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയി, ഒരാൾ മരിച്ചു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ പറയുക, കേരളത്തിലെ മുഴുവനും ബൈക്ക് വാഹനപ്രേമികളെ, ഇങ്ങനെ ബൈക്ക് ഭ്രാന്തന്മാരെ മൊത്തം അത് കുറ്റവാളികളാക്കിയിട്ട് മാത്രമേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. അപ്പോൾ
അപ്പോൾ നാളെ ഇപ്പം ഞാൻ ഒരു വ്ളോഗിൽ എൻ്റെ ചിലപ്പോൾ മീറ്റർ 110 സ്പീഡായി കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ഓനെപ്പോലത്തെ ആൾക്കാരാണ് ഈ ആൾക്കാരെ പഠിപ്പിക്കുന്നത്, ഈ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നവർ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ കാണുന്നത് എന്താ, ഈ കുട്ടികൾ 10-18 വയസ്സിലെ കുട്ടികൾ KTM വണ്ടി എടുത്തിട്ട്, KTM മാത്രമല്ല എല്ലാ വണ്ടികളും, പക്ഷേ ഈ അടുത്ത് KTM ആക്സിഡൻറ്റിൽ മരിച്ചുകൊണ്ട് മാത്രമാണ് KTM പേര് പറഞ്ഞത്. പിന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ വരും. അതെടുക്കുന്ന ഓൻ്റെ വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് അടിച്ചു മരിക്കുന്നു, വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കൊണ്ട് ഇൻസ്പയർ അടിച്ചു മരിക്കുന്നു. നമ്മൾ ആരെയും അമിത വേഗതയിൽ പോകാൻ ആരെയും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ സ്പീഡ് എടുക്കാറുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ എൻ്റെ ടൈഗർ എടുത്ത് പോകുമ്പോഴും ഗോൾഡ് വിങ് എടുത്ത് പോകുമ്പോഴൊക്കെ ഞാൻ സ്പീഡ് എടുക്കാറുണ്ട്, റാപ്റ്റർ എടുത്ത് പോകുമ്പോൾ സ്പീഡ് എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ എൻ്റെ ലൈഫിൽ ഇവിടെ ഞാൻ റേസിങ് ചെയ്തിട്ടില്ല കേട്ടോ. സ്പീഡ് എടുക്കുമെന്ന് പറയുമ്പോൾ ഒക്കെ ഞാനിപ്പോൾ പോകുന്നു, ഒരു ഓവർടേക്ക് ചെയ്യുമ്പോൾ ഞാൻ 120 കയറ്റി ഓവർടേക്ക് ചെയ്തു, അപ്പോഴെത്തി. പിന്നെ അവിടെ സ്ലോ ആയി, പിന്നെ അവിടെ പിന്നെ കണ്ടിന്യൂസ്ലി സ്പീഡ് വരുന്നില്ല. റേസിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി ഓരോ സെക്കൻഡിലും സ്പീഡ് കൂട്ടുക എന്നല്ലാണ്ട് കുറക്കുന്നില്ലല്ലോ. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടി ചെയ്ത്, ഒരു റിക്വസ്റ്റ് കേട്ടോ, അല്ലാണ്ട് നിങ്ങളോട് ഞാൻ അങ്ങനെ ഇത് പറയുന്നില്ല. എല്ലാവരും ദയവ് ചെയ്ത് റോഡിൽ നിങ്ങൾ പരാക്രമങ്ങൾ അവസാനിപ്പിക്കുക. ഹെൽമെറ്റ് എല്ലാവരും ഇടുക, ഹെൽമെറ്റ് ഇടാതിരിക്കരുത്. പിന്നെ അഥവാ നിങ്ങൾ ലോങ് റൈഡ് പോകുന്ന റൈഡിങ് ഗിയേഴ്സ് എടുക്കുക. പിന്നെ മാക്സിമം വണ്ടികൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് പവർ കൂടിയ വണ്ടികൾ വാങ്ങാതിരിക്കുക. കാരണം ഇപ്പോൾ ഈ RC390 ഒക്കെ നല്ല വണ്ടികളാണ്, വേൾഡ് വൈഡ് എല്ലാ കൺട്രീസിലും സെയിലാകുന്ന വണ്ടികളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലർക്കും ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയില്ല. 100cc വണ്ടിയൊക്കെ ഉപയോഗിച്ച ആൾക്കാർ നേരെ കയറി ചെല്ലുന്നത് എത്രക്കാ, 390cc 390. അതാണെങ്കിൽ നല്ല പവറും ഇല്ല വണ്ടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്സിഡൻറ്റ് കൊടുത്ത് തെറിപ്പിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം 1 എന്ന് പറഞ്ഞ് തുടങ്ങും. ആദ്യം ഒരു സാധാ സ്കൂട്ടർ തുടങ്ങി, ഗിയർ ബൈക്ക് തുടങ്ങി, പിന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കട്ടോ. ഈ സ്ഥലമൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടോ. ഇരിട്ടി RT എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിലോമീറ്റർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് RT വരുന്നത്. നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഇതിപ്പോൾ മഴയും കൂടി പെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ ഭയങ്കരമായിട്ട് സ്പിന്നാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ വണ്ടി വേഗം ടയർ കിടന്ന് കറങ്ങും. അപ്പോൾ ആൾക്കാരെയൊക്കെ ഞാൻ ഷോ ആക്കുന്നത്, എനിക്കെല്ലാം അറിയാം ഷോ ആക്കുന്നല്ല ആയിപ്പോന്നെന്നുള്ളത്. എന്നാ വിളിച്ചേ? ഇത് ഓട്ടം കിട്ടുന്നുണ്ടോ? കൊറോണ ആയിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെടാ, സിഗ്നൽ ഓൺ ആയിട്ടോ. റെഡ് ആയിട്ട് കാറ് പോകുന്നൊക്കെ KL58U 8736 റെഡായിട്ട് മൂപ്പർ അടിച്ചിട്ട് പോക്കല്ലേ. നമുക്ക് ഗ്രീനും കത്തി, മൂപ്പർക്ക് റെഡും കത്തി. ഇതാണ് ആൾക്കാർക്ക് എങ്ങനെയാണ് സിഗ്നൽ ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. വളരെ സ്മൂത്തായിട്ട് വളരെ പതുക്കെട്ടോ പോകുന്നത്. ഈ വണ്ടിക്ക് നല്ല എക്സോസ്റ്റ് നോട്ട് നല്ല സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര ഓവർ സ്പീഡാന്നിരിക്കും, പക്ഷെ അല്ല, മീഡിയം സ്പീഡ് പോയാലും എക്സോസ്റ്റ് നല്ല സൗണ്ട് ഉണ്ടാവും. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോയിൽ കാണുന്ന വണ്ടിയൊക്കെ അൾട്ടോ എന്ന് പറഞ്ഞിരുന്നു. അത് അൾട്ടോനെ കുറ്റം പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഇറക്കിയ വണ്ടി എന്ന് പറഞ്ഞാൽ അൾട്ടോ ആയിരുന്നു. KL58K 140. അത് എവിടെ ഇല്ലെന്നറിയില്ല. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് വണ്ടിയാണ്, ബ്ലൂ കളർ. ലാസ്റ്റ് അത് ഞാൻ വേറെ കുറച്ച് ഇഷ്യൂസിലേക്ക് കടത്തിലൊക്കെ മുങ്ങിയിട്ട് വിറ്റതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാങ്ങിയതും ഒരു വൈറ്റ് അൾട്ടോ ആയിരുന്നു. അൾട്ടോ 800 ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്ന സെലേറിയോ ആണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വണ്ടികളെ കുറ്റം പറഞ്ഞത്. പക്ഷേങ്കിൽ നമ്മൾ പറയില്ല അൾട്ടോ പോലെ ചെറിയ വണ്ടി, വലിയ വണ്ടി ചെറിയ വണ്ടി എന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോൾ ഉപയോഗിക്കുന്ന അൾട്ടോ ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അതിൽ ആ ഒരു ഇത് വന്നത് കേട്ടോ. ടൗണിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ശരിക്കും കൊറോണ എന്നുള്ള ഫീലൊന്നുമില്ല. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പഴയ ആ നാടിൻ്റെ ആ ഒരു ലുക്ക് വന്ന പോലെ അങ്ങനെ തോന്നുന്നു. നിയമം മാറിയെന്നറിയില്ല. ടയർ സ്പിന്നിങ് ആണല്ലേ വേക്കുന്നത്? ഞാൻ ചെയ്യുന്നല്ലോ കേട്ടോ, അങ്ങനെ ആയിപ്പോന്നെയാണ്. നമുക്ക് നാരോ റോഡാണ് ഇങ്ങോട്ട് കിലോക്കല്. മല്ലു പോല ഭയങ്കര വീതിയാപ്പോ. സൈഡാക്കുന്നുണ്ട്.
ദിലീപ് ഏതൊരു സിനിമ പറഞ്ഞില്ലേ, നമ്മൾ കാക്കനാട് ഉണ്ടാക്കിയ അത്ര ബ്ലോക്ക് ഒന്നും ഇവിടെ ഇല്ല, അതേപോലെ ഇരിക്കാൻ അവസ്ഥ. ഇവിടെ ഫുള്ള് ബ്ലോക്കായി ഇപ്പൊ ഞാൻ കാണണം. ഇവിടെ പോലെ തന്നെയാണല്ലോ അവസ്ഥ. ഓക്കെ, യെസ് അതന്നെ. ഓക്കെ, സോ നമ്മളങ്ങനെ ആർ ടി ഓഫീസിലെത്തി. ഇതിൻ്റെ മുകളിലാണ് ആർ ടി ഓഫീസിലുള്ളത്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്താൽ മേലെ പോയിട്ട് ആർ ടി ഓനെ കണ്ടിട്ട് വരാം. എനിക്ക് ഇവിടെ നോടല്ലോ വീഡിയോ ഒരു സെൽഫി എടുത്തിട്ട് നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. ബ്രോ പരിചയപ്പെടുത്തിക്കോ. വിനീഷ് മാലൂരാണ്, രണ്ടുപേരും മാലൂരാണ്. മാലൂർ പേരാവൂർ. എന്തോ പരിപാടി ഇരിട്ടിൽ? എന്തോ പരിപാടി ഇരിട്ടിയിൽ ഇവിടെ ഒന്ന് ബാങ്കിൽ വന്നതാണ്, ചെറിയ ആവശ്യം. യെസ്, നിങ്ങൾ പറഞ്ഞോളൂ. നമ്മളും പെരാരാണ്. പേര് ജോയ്സ്. നിങ്ങൾ ഒരുമിച്ചിട്ടാ? ഞാൻ ബ്രദർ അല്ല, നിങ്ങളെല്ലാം ഒരുമിച്ചിട്ടാ? ഓക്കെ, നിങ്ങളെന്തോ പരിപാടി ഇരിട്ടിൽ? എന്തോ പരിപാടി? ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് റിച്ച് കയ്യിലൊന്നും കാണില്ലല്ലോ, കാലി കവറാണല്ലോ എന്നിട്ട്. ഓക്കെ, ഉഷാറാ കേട്ടാ, ഫൈൻ പോട്ടെ, കാണാം. ഓക്കെ, ഏകദേശം ഒരു മണിക്കൂർ എടുത്തു. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല. കാരണം ഈ പഴയ ആർ ടി ഒൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് എങ്ങനെയാണ് ഈ ടാക്സ് അടക്കേണ്ടതെന്നില്ലേ, ഫോറിൻ വെഹിക്കിൾസിൻ്റെ. പക്ഷേ ആർ ടി ഒൻ്റെ വെബ്സൈറ്റ് മാറിയപ്പം പുതിയ വെബ്സൈറ്റിൽ അതിന് ഓപ്ഷൻ ഇല്ല. ഫോറിൻ വെഹിക്കിൾസ് ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻ പുതിയ വെബ്സൈറ്റിലില്ല. അപ്പോൾ ഇവർ ഒരുപാട് തപ്പി കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് ഇറങ്ങി വന്നു, കണ്ണൂർ പോയിൻ്റ് ഇറങ്ങി വന്നു. താഴെ വന്നു കണ്ണൂർ ആർ ടി ഒനെ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ തന്നെ പോകാൻ പറഞ്ഞു. അവർ ഇവരെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്ത് അങ്ങനെയാണ് രണ്ടാമതും തിരിച്ച് മുകളിൽ പോയി അടച്ചു. ഇതിപ്പം ഇവർ ഫോറിൻ വെഹിക്കിൾസ്, ഇമ്പോർട്ടഡ് വെഹിക്കിൾസ്, അതർ സ്റ്റേറ്റ് വെഹിക്കിൾസിൻ്റെ ടാക്സ് അടക്കാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിലാണ് ഇവരിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇവരുടെ സൈറ്റിൽ. അപ്പോൾ അതിന് 6 മാസത്തേക്കാണ് നമുക്ക് വണ്ടി വിടുള്ളത്. 6 മാസം വരെ നമുക്ക് ടാക്സ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ മാസം 10,000 രൂപ, 30 ദിവസത്തേക്ക് 10,000 റുപ്പീസ് നമ്മൾ റോഡ് ടാക്സ് എടുക്കണം. അത് കഴിഞ്ഞ് എല്ലാ മാസവും ഇവിടെ വന്ന് അടുത്ത 30 ദിവസത്തേക്ക് 5,000 വെച്ചിട്ട് റിന്യൂ ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ 6 മാസത്തേക്ക് 35,000 രൂപയാണ് 180 ദിവസത്തേക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് കേരള ഗവൺമെൻറ്. നമ്മൾ വണ്ടി ഇവിടെ ഓടുന്നതിന് ഇപ്പം ഈ വണ്ടി ഇവിടെ ഓടാൻ ലീഗലായി, എല്ലാ പേപ്പേഴ്സും ഓക്കെയാണ്. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, കാർനെറ്റ് ഉണ്ട്, അതുപോലെ എല്ലാം ഉണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുണ്ട്. പിന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഇൻഷുറൻസിൻ്റെ പേപ്പറോ കാർനെറ്റോ ഒന്നും കാണിക്കേണ്ട. ഇവിടെ നമുക്ക് RC കാർഡ് മാത്രമേ ആവശ്യമുള്ളൂ. RC കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ RC കാർഡിലുള്ള വണ്ടി നമ്പറും അതുപോലെ RCയുടെ ഓണർ നമ്പറും, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. വേറെ അതിൽ എഞ്ചിൻ നമ്പറോ ചേസ് നമ്പറോ കാര്യങ്ങളൊന്നും ഇവർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആദ്യം നമുക്കിനി ഒരു 30 ഡേയ്സ്, കറക്റ്റ് 29 ഓഗസ്റ്റ് വരെ എൻ്റെ വണ്ടിക്ക് ഡോക്യുമെൻറ്റ്സ് വാലിഡ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അഗെയിൻ നമ്മളിവിടെ തിരിച്ച് വന്നിട്ട് ആദ്യം 5,000 രൂപ അടക്കണം. എല്ലാ മാസം 5,000 വെച്ചിട്ട് വണ്ടിക്ക് ലോൺ എടുക്കുന്ന പോലെ ടാക്സ് അടക്കണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എനിക്ക് ആദ്യം പിന്നെ മുടിയൊന്ന് മുറിക്കണം, സെറ്റാക്കണം. മുടി മുറിച്ച് സെറ്റാക്കിയിട്ട് വീട്ടിൽ പോയി കുറച്ച് പരിപാടികളല്ലോ കേട്ടോ. ഇപ്പോൾ ബ്ലോക്കിനുണ്ട്. സംഭവം എന്താ പറയാ, വേഷത്തിൽ കാണുന്നില്ല കേട്ടോ. ഇപ്പം അതിൽ വളരെ സന്തോഷമായി. കാരണം ഇപ്പം വണ്ടിയുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ലീഗലാണ്. കേരളത്തിൽ ഇപ്പോൾ ലീഗലായിട്ടാണ് വണ്ടി ഓടുന്നത്. ഇന്നലെ വരെ ആ ടാക്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു മൈനസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ലീഗലായിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തിനാണ് ടാക്സ് അടച്ചെന്നറിയോ? ശരിക്കും ഒരു 10 ദിവസം മുമ്പ് കോഴിക്കോട് വെച്ചിട്ട് ഒരു റോൾസ് റോയ്സ്, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റോൾസ് റോയ്സ് പിന്നെ MVD പിടിച്ചിട്ട് ഫൈൻ ഇടുന്നൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതിൽ MVDൻ്റെ വീഡിയോ പറഞ്ഞത് 35,000 രൂപ ടാക്സും ചില്ലറ പൈസ എങ്ങാണ്ട് ഫൈനും, അതാണ് അദ്ദേഹം അന്ന് അവിടെ അടച്ചത്. അപ്പം ആ ടാക്സാണ് ഞാനിപ്പോൾ മുൻകൂറായിട്ട് അടിച്ചത്. എനിക്ക് വേണമെങ്കിൽ അടക്കാതെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും അവർ വന്ന് എന്നെ റോഡിൽ പൊക്കി കഴിഞ്ഞാലും അവർ ബാക്കി ടാക്സ് അടുപ്പിക്കുകയും ചെയ്യും. വേറെ പ്രശ്നം മുതൽ വരാനില്ല. പക്ഷെ നമ്മളതിന് നിൽക്കാതെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ ലീഗലായിട്ട് കാര്യങ്ങൾ നീക്കി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. എല്ലാവരും വിദേശത്ത് നിന്ന് നിങ്ങൾ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ, ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ, നിങ്ങൾ 6 മാസത്തേക്ക് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന 6 മാസത്തേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുത്തേ മതിയാവും. ഇത്രയും പൈസ കൊടുത്തിട്ട് വണ്ടി വാങ്ങിയിട്ട് ഇത്രയും പൈസ കാർനെറ്റിന് മുടക്കി ഇത്രയും പൈസ ഷിപ്പിങ്ങിന് മുടക്കി നാട്ടിൽ കൊണ്ടുവന്നിട്ട് നാട്ടിൽ ഒരു റോഡ് ടാക്സ് 35,000 രൂപ അടക്കാനില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാം? നമ്മൾ നമ്മുടെ ഭാഗം എപ്പോഴും ലീഗലായിട്ട് ക്ലിയർ ചെയ്ത് നമ്മുടെ ഭാഗങ്ങൾ ഓക്കെ ആണെന്ന് പിന്നെ നമ്മൾ ആരും നമുക്ക് ഭയപ്പെടാൻ ആവശ്യമില്ല. നമ്മൾ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് MVDൻ്റെയും പോലീസിനും ഒക്കെ പേടിക്കേണ്ടതും അല്ല അവരെ കാണുമ്പോൾ ഒരു പേടി വരുന്നതും. നമ്മുടെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും. ഞാനിപ്പോൾ അവിടെ പോയി എൻ്റെ പേപ്പർ ശരിയാക്കി അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അവർ ഒന്ന് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തു പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി.
രണ്ട് സെറ്റിലും ആടാ നമ്മൾ ഉടനെ വിശപ്പ് കണ്ണാതല്ല പുറത്തിരുന്നത് ആ നോക്കാം. ഓയ് ഹായ് ഫോട്ടോ കട്ടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി. കാരണം എനിക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ വേഗം വന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിനിടയിൽ വേറൊരു പണി കൂടി കിട്ടിയിട്ട് കാണിച്ചു തരാം. ഗോൾഡ് വിങ്ങിൻ്റെ ചെറിയൊരു സാധനം പൊട്ടിയിട്ടുണ്ട്. ചെറിയ സാധനമല്ല, വലിയൊരു സാധനമാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് സാധനം വരണം. ഞാൻ കാണിച്ചു തരാം. അച്ഛപ്പാ, ഗോൾഡ് വിങ്ങിൻ്റെ താക്കോലെടുത്താൽ വേടിക്ക്. അത് കഴിഞ്ഞ ദിവസം ഷെബീർ എറണാകുളത്ത് എടുത്ത് വന്നത്. ഷെബീറാണ് അത് കണ്ടത്. അപ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് പൊട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്താറില്ല, ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഡോറ് തുറക്കുമ്പോൾ ഡോറുണ്ട് ഇവിടെ, ഈ പീസ് ഇവിടെ പൊട്ടിപ്പോയി. നിങ്ങൾ ഇവിടെ പൊട്ടി. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നെട്ടും ബോൾട്ടും ഒക്കെ ഉണ്ടോ, ഇതിൻ്റെ സ്ക്രൂസൊക്കെ വരുന്നില്ല. ഈ കണക്ഷൻ ഇത് ഇവിടുന്ന് പൊട്ടിയിട്ട് പുറത്തു വന്നു. അത് ഭയങ്കര പണിയാണ്. ഇനിയിപ്പോൾ വെച്ചാൽ ഈ പീസില്ലേ, ഈ പീസ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ സാധനമാണെങ്കിൽ അങ്ങനെ സാധാ വണ്ടീനെ പോലെ കിട്ടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പുറത്ത് ഓർഡർ ചെയ്യുന്നുണ്ട്. പുറത്ത് ദുബൈയിൽ നിന്ന് കൊണ്ടുവരണം. ചിലപ്പം ഡൽഹിയിൽ സാധനം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാരിയർ അപ്പോൾ നമ്മൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സൗണ്ട് വന്നുകൊണ്ടിരിക്കണം. കേട്ടോ, പൂട്ടിക്കഴിഞ്ഞാലും ഇവിടെ കറക്റ്റ് ഫിറ്റിംഗ് ഇല്ല. ഇതേപോലെ ഇപ്പോൾ ഇതുണ്ടോ, ഇത് ഇവിടുന്ന് പൊട്ടിപ്പോയി. ഈ ഒരു വസ്തുവായിട്ട് അത് ശരിക്കും നല്ലൊരു പണിയായിട്ട്. പിന്നെ അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇനി അത് സർവീസ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സാധനം കൊണ്ടുപോകുന്നു സർവീസ് ചെയ്യണം. അപ്പോൾ ഞാനത് വന്നിട്ട് വണ്ടി കഴുകിയിട്ട് വരില്ല. പിന്നെ ഇവിടെ ഞാൻ മുകളിലൊരു സംഭവം ഇടാൻ സീറ്റ് ഇടാൻ പ്ലാൻ ഉണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഞാൻ ഉള്ളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് വണ്ടി ഡോക്യുമെൻ്റ് കേട്ടോ. ഇതാണ് അവിടെ അടച്ച സ്ലിപ്പ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് 30 ജൂലൈ മുതൽ മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണ്. 30 ജൂലൈ മുതൽ 29 ഓഗസ്റ്റ് 2021 വരെ വാലിഡിറ്റി 10,000 രൂപ ഓൺലൈൻ പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം അടുത്ത മാസം പോയി പിന്നെയും പുതുക്കും. പിന്നെ അതുപോലെ എൻ്റെ വണ്ടിയുടെ ഓവർ സ്പീഡ് എന്നൊക്കെ ആരും കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് ആ വണ്ടിയുടെ സൗണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ സ്റ്റാർട്ടാക്കി ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലൊക്കെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര റേസിംഗ് വെഹിക്കിൾസിനൊക്കെ സൗണ്ടായിട്ട് ഫീൽ ചെയ്യും. ഞാൻ 100-100 സ്പീഡ് എടുക്കുന്നില്ല, ഇല്ലാന്നില്ല, ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ പക്ഷേ ആ സ്പീഡ് എടുക്കാനുള്ള വകുപ്പില്ല. അതുകൊണ്ട് തന്നെ 80-90 നാട്ടിൽ സ്പീഡ് പോകുന്നത്. 80 ആ റേഞ്ചിലൊക്കെയാണ് സ്പീഡ് പോകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ 50-ന് മുകളിൽ 60-70 പോകുമ്പോഴും നല്ല സൗണ്ട് ആയിരിക്കും. പിന്നെ 0 to 60 എത്താൻ വേണ്ടിയിട്ട് ആ വണ്ടി ഭയങ്കര ക്വിക്കായിരുന്നു. സാധാ വണ്ടി പോലെ നമ്മൾ ആക്സിഡൻറ്റ് നമ്മൾ കാല് വെക്കുമ്പോൾ അത് 70 അല്ലെങ്കിൽ 80 ആ റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ ആ സമയത്ത് വരുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ മാക്സിമം കെയർ ചെയ്യുന്നുണ്ട്, ആർക്കും ഒരു ഉപദ്രവം വരുത്താതെ ഒരു സൈഡിലേക്ക് വിടും. അതാണ് എൻ്റെ പ്ലാൻ. ഇതിപ്പോൾ കർണാടകത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ഹൈവേസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചവിട്ടി വിടാം. 200 വരെയാണ് അതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. പക്ഷേ 200-ൻ്റെ അടുത്ത് പോകാൻ താല്പര്യമില്ല, കാരണം മൈലേജും ഒരു കുഴപ്പമാണ്. അപ്പം മാക്സിമം ഒരു മീഡിയം സ്പീഡിൽ മെല്ലെ പതുക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ പറയുക, എല്ലാവരും പിന്നെ ഒരുപാട് വണ്ടികൾ കേരളത്തിലുണ്ട്. ദുബായിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ഒരുപാട് വണ്ടികൾ കേരളത്തിലുണ്ട്. ഒമാനിൽ നിന്നൊക്കെ വന്ന വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഏതായാലും എല്ലാവരോടും ഒരു മീറ്റപ്പ് എന്ന രീതിയിൽ, കേരളത്തിന് പുറത്ത് നമ്മളൊരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. കാരണം എത്ര വണ്ടികളുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എല്ലാ വണ്ടികളും നമുക്ക് മലയാളികൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ UAE നിന്നോ അല്ലെങ്കിൽ മറ്റ് കൺട്രീസൊക്കെ ഇമ്പോർട്ടഡ് വെഹിക്കിളിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും എല്ലാ വണ്ടികളും ഒരുമിച്ച് വെച്ചിട്ട് മലയാളികൾക്ക് മുമ്പിൽ കൊണ്ടുവരാം കേട്ടോ. വേറെ എന്താ പറയുക, ഇൻഫർമേഷനായ ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി, നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുന്നവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് RTO ഓഫീസിൽ പോയിട്ട് നിങ്ങൾ റോഡ് ടാക്സ് അടക്കണം. ഫസ്റ്റ് മാസം 30 ദിവസത്തേക്ക് 10,000, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാ മാസവും 5,000 വെച്ചാണ് അടക്കേണ്ടത്. ഓക്കെ, മൊത്തത്തിൽ 35,000 രൂപയാണ് ടാക്സ് വരുന്നത്. ഓക്കെ, എല്ലാവരും അടക്കേ, നാട് നന്നാട്ടെ. ടാക്സിൻ്റെ പൈസ കൊണ്ട് എല്ലാ പാവങ്ങൾക്കും വീടും അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ. അതുപോലെ ഇപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഞാനിപ്പോൾ 20,000 രൂപയുടെ എണ്ണ അടിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 10-13,000 രൂപയെങ്കിലും ഞാൻ ഗവൺമെൻറ് ടാക്സ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആ ടാക്സ് വളരെ നല്ല കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നല്ല പാവപ്പെട്ടവർക്ക് പോകാമെന്ന് എന്താ പറയുക, അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ,
ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പം ഒരുപാട് ഓഫ് റോഡ് വീഡിയോസൊക്കെ ഉണ്ട്, വരാനുണ്ട്, ഉറപ്പായിട്ട് വരണം. അടിപൊളി ട്രാവൽ വീഡിയോസായിട്ട് ഒരു എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.